പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ദിവസം സുഭാഷിതങ്ങൾ 28:13 തിരുവചനത്തിലൂടെ ഈശോ നമ്മോട് സംസാരിക്കുകയാണ്. തെറ്റുകൾ മറച്ചു വെക്കുന്നവന് ഐശ്വര്യമുണ്ടാവുകയില്ല, അവ ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവന് കരുണ ലഭിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും കരുണ നമുക്ക് എങ്ങനെ ലഭിക്കുമെന്നതിനെക്കുറിച്ച് ഈ തിരുവചനത്തിലൂടെ നമ്മെ കൊണ്ടുപോകുകയാണ്. വചനം നമ്മോട് പറയുന്നത് ഇങ്ങനെയാണ്: തെറ്റുകൾ മറച്ചു വയ്ക്കുന്നവന്. എൻ്റെ പൊന്നു സഹോദരരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും പല തെറ്റുകളും ചെയ്തിട്ടുണ്ടാകാം, അല്ല തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാകാം. പക്ഷേ അത് മറച്ചു വയ്ക്കാതിരിക്കുവാൻ, അത് ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുവാൻ, ഒരു മാനസാന്തരത്തിലേക്ക് കടന്നു വരുവാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിച്ചാൽ, ഓരോ കുമ്പസാരത്തിലൂടെയും നമ്മുടെ ജീവിതത്തെ ഒന്ന് പുതുക്കി പണിയുവാൻ, ഒരു പുത്തൻ മനുഷ്യനാക്കി, ഒരു പുത്തൻ ഹൃദയത്തിന് ഉടമയാക്കി മാറ്റുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം സഹോദരരെ. അങ്ങനെ ഒരു തിരിച്ചുവരവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഈശോ പറയുകയാണ്, ഐശ്വര്യം നമ്മളിലേക്ക് ചൊരിയപ്പെടുമെന്ന്. അതേപോലെ സഹോദരരെ, നമുക്ക് കാണുവാൻ സാധിക്കും നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ കൂട്ടായ്മയിൽ, നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ ഐശ്വര്യം അലതല്ലുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. തിരിച്ചു വരുമ്പോൾ, ഒരു പശ്ചാത്തപിക്കുമ്പോൾ, പാപത്തെക്കുറിച്ച് പശ്ചാത്തപിച്ച് മാനസാന്തരപ്പെട്ട് ഒരു പുതിയ മനുഷ്യനായി മാറുമ്പോൾ നമുക്കത് കാണുവാൻ സാധിക്കും സഹോദരരെ. വചനം പറയുന്നത് എങ്ങനെയാണ്? അവ ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുമ്പോൾ. അതെ സഹോദരരെ, ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. അങ്ങനെ ഈശോയാകുന്ന ആ കരുണയാകുന്ന ഈശോയെ എൻ്റെ നിങ്ങളുടെ ഹൃദയത്തിൽ ഏറ്റെടുക്കുവാൻ എനിക്കും നിങ്ങൾക്ക് സാധിക്കണം പ്രിയപ്പെട്ടവരെ. അവസാന നിമിഷം വരെ കുരിശിൽ കിടന്നുകൊണ്ട് തൻ്റെ വിലാപ്പുറത്ത് കുത്തിയവനോട് കരുണ കാണിച്ച ദൈവം ഇന്നും ഇപ്പോഴും അതേ ദൈവം നമ്മോട് കരുണ കാണിക്കുന്നത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഈ ഭൂമുഖത്ത് ഇന്ന് ഞാനും നിങ്ങളും ജീവിച്ചിരിക്കുന്നത്. ആ കരുണയാകുന്ന ഈശോയെ കെട്ടിപ്പിടിച്ചുകൊണ്ട്, ആ കരുണയാകുന്ന ഈശോയെ മാറോട് ചേർത്ത് വെച്ചുകൊണ്ട് ആ ഈശോയുടെ സ്നേഹം മറ്റുള്ളവർക്ക് നമുക്ക് പകർന്നു കൊടുക്കുവാൻ സാധിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ.